പക്ഷെ അന്നത്തെ ഗവൺമെൻറ് പോലും വിഴിഞ്ഞത്തെ അല്ല ഡെവലപ്പ് ചെയ്തത്, ഈ വലിയതറയിലാണ് പോർട്ട് ഉണ്ടാക്കിയത്. സീവാള് കെട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ആ സ്ഥലത്തിന് തൽക്കാലത്തേക്കൊരു ആശ്വാസം ഉണ്ടാകും. പക്ഷേ തൊട്ടടുത്ത സ്ഥലത്ത് വീണ്ടും ഇറോഷൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതൊരു ക്യുമുലേറ്റീവ് എഫക്റ്റാണ്. അപ്പോൾ ഈ ഇങ്ങനെ അടുത്ത സ്ഥലത്ത് ഭീമാവള്ളിയിൽ തീരം പോകാൻ തുടങ്ങി, പൂന്തറയിൽ ഇത് ചെയ്ത ശേഷം. ഇപ്പോൾ ചൈനയുടെ ബിസിനസ് താല്പര്യത്തിന് ആണ് ഏറ്റവും കൂടുതൽ ഗുണം വിഴിഞ്ഞം ചെയ്യുന്നത്. അപ്പോൾ കാരണം നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടിന് വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ പണം മുഴുവൻ ചിലവഴിച്ച് ഈ പോർട്ട് ഉണ്ടാക്കിയതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആരായി? ചൈനീസിൻ്റെ ഇപ്പോഴത്തെ ഈ ലോകം മുഴുവനുള്ള ചൈന നടത്തുന്ന ഈ ബിസിനസ് പ്രക്രിയയിൽ ചൈനക്കാർക്കുള്ള നേട്ടം ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ഇവിടെ ഈ സ്ഥലത്ത് ഈ പ്രോസസ്സ് ചെയ്യാൻ കിട്ടും. സാമ്പത്തികമായി നമ്മൾ നോക്കിയാൽ രാജ്യത്തിൻ്റേതായാലും സംസ്ഥാനത്തിൻ്റെതായാലും സാമ്പത്തികമായിട്ട് നമ്മളൊരു നഷ്ടമല്ലാതെ നമ്മുടെ വിലപ്പെട്ട സ്വത്ത്, നമ്മുടെ പണം, ഇത് ചൈനയുടെ ഇക്കോണമിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി ഉപകാരപ്പെടുന്നതല്ലാതെ ഇന്ത്യയുടെ ഇതിന് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വശത്ത്. രണ്ടാമത്തേതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങൾ. അതൊക്കെ ഇത് എങ്ങനെയും വരാൻ വേണ്ടിയിട്ട് പിന്നെ ചില ആളുകൾ വിഴിഞ്ഞത്തിൻ്റെ അന്നൊന്നും ഈ ഇങ്ങനത്തെ കപ്പലുകളും ഇല്ല, പായ്ക്കപ്പലുകളാണ്. പിന്നെ അപ്പോൾ ഈ വിഴിഞ്ഞമാണ് ഏറ്റവും തുറമുഖത്തിന് അനുയോജ്യമായ സ്ഥലമെന്ന് പറഞ്ഞ് ആരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സർ സി പിയുടെ കാലത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരിയായിരിക്കാം ചിലപ്പോൾ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അന്നത്തെ കപ്പലുകൾക്ക് വേണ്ടിയിട്ട് പക്ഷെ അന്നത്തെ ഗവൺമെൻറ് പോലും വിഴിഞ്ഞത്തെ അല്ല ഡെവലപ്പ് ചെയ്തത്, ഈ വലിയതറയിലാണ് പോർട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ പായ്ക്കപ്പലുകൾ, അന്ന് പായൊക്കെ ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കുന്ന കപ്പലുകൾ ഇവിടെ വിഴിഞ്ഞത്ത് വലിയതറയുടെ അപ്പുറത്ത് വന്ന് അപ്പോൾ കടൽപ്പാലത്തിനടുത്ത് നിന്ന് അവിടെ നിന്നാണ് അരിയൊക്കെ ഇറക്കി പാലം വഴി ഉപയോഗിച്ചത്. വിഴിഞ്ഞത്തെ അല്ല ഉപയോഗിച്ചത്. കാരണം വിഴിഞ്ഞത്തെ ചെറുകിട മീൻപിടുത്തക്കാർ അവിടെ നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ കപ്പലുകൾക്കൊന്നും പോയി വരാൻ കഴിയില്ല. പിന്നെ ഫിഷിംഗ് ഹാർബർ കെട്ടിയ ശേഷമാണ് അവിടെ കപ്പലുകൾക്ക് വേണ്ടി ഒരു ബർത്ത് അനുവദിച്ചത്. അപ്പം വിഴിഞ്ഞത്തെ ഇപ്പം നാച്ചുറൽ ഡെപ്ത് കൂടുതലാണ്. ഇതൊക്കെയാണ് അവർ പറയുന്ന അവകാശവാദങ്ങൾ ആയിരിക്കാം. പക്ഷേ നാച്ചുറൽ ഡെപ്ത് കൂടിയിട്ട് ഇപ്പോഴും അവർ ഡ്രഡ്ജ് ചെയ്താണല്ലോ തുറമുഖം ഉണ്ടാക്കിയത്. ഭാവിയിൽ ഡ്രഡ്ജിങ് നടത്തേണ്ടി വരില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഡ്രഡ്ജിങ് നടക്കേണ്ടി വരും. ഇപ്പം തന്നെ അവർ ഡ്രഡ്ജിങ് നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഈ പുതിയ പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോർട്ടിൻ്റെ ഏരിയ കുറേ കഴിയുമ്പോഴത്തേക്കും പുതിയ പോർട്ട് വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഡ്രഡ്ജിങ് അപ്പോൾ ചെയ്യും. ഈ പ്രശ്നം, ഈ തീരശോഷണം കൂടിക്കൊണ്ടിരിക്കും, ഉറപ്പാണ്. ഇപ്പോൾ വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ പ്രത്യാഘാതം ആദ്യം ഉണ്ടായത് ഒരു ഗ്രാമത്തിൽ മാത്രമാണ്. ഇപ്പം പൂന്തറ അല്ലെ പനത്തറ എന്ന് പറയുന്ന ഒരു ഗ്രാമം, പിന്നെ പൂന്തറ, ഇവിടം വരെ ഒതുങ്ങി നിന്നാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ സ്ഥലത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രശ്നം ഉണ്ടായ സ്ഥലത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ഒരു ഹാർഡ് സ്ട്രക്ചർ, അതാണ് ഈ സീ വാൾ കെട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ആ സ്ഥലത്തിന് തൽക്കാലത്തേക്കൊരു ആശ്വാസം ഉണ്ടാകും. പക്ഷേ തൊട്ടടുത്ത സ്ഥലത്ത് വീണ്ടും ഇറോഷൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതൊരു ക്യുമുലേറ്റീവ് എഫക്റ്റാണ്. അപ്പോൾ ഈ ഇങ്ങനെ അടുത്ത സ്ഥലത്ത് ഭീമാവള്ളിയിൽ തീരം പോകാൻ തുടങ്ങി, പൂന്തറയിൽ ഇത് ചെയ്ത ശേഷം ഗവൺമെൻറ് എന്ത് ചെയ്യും? ഭീമാവള്ളിയിലും കൊണ്ടുപോയി കല്ലിട്ട് സീ വാൾ കെട്ടുക. അപ്പോൾ പക്ഷേ അവിടെ തീരുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്ക് അതിനടുത്തുള്ള സ്ഥലത്ത് ഇപ്പം അങ്ങനെ പൂന്തറയിൽ തുടങ്ങി വലിയതറ ശംഖുവം വരെ ഈ വിഴിഞ്ഞത്തിൻ്റെ പഴയ വിഴിഞ്ഞം കൺസ്ട്രക്ഷൻ്റെ പ്രത്യാഘാതത്തെ നേരിടാനായിട്ട് കോടികൾ മുടക്കി സീ വാൾ കെട്ടേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെയാണ്? ഒരു തെറ്റായ വിഴിഞ്ഞത്തെ ചെറിയൊരു കൺസ്ട്രക്ഷനാണ്. ഇപ്പോൾ ആ വലിയ കൺസ്ട്രക്ഷൻ അവിടെ തുടങ്ങിയപ്പോൾ തന്നെ ഇതിനപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ബീച്ചൊക്കെ പോകാൻ തുടങ്ങി, ശംഖുമുഖം ബീച്ച്. അപ്പോൾ അവിടെയും ഇപ്പോൾ വീണ്ടും പുതിയ സീ വാളും
കൃത്രിമ തീരം വെച്ച് പിടിപ്പിക്കൽ, അവിടെയൊക്കെ ഇപ്പോൾ 14 കോടി രൂപ കേന്ദ്രം കൊടുത്തല്ലോ ഇവിടെ നേവി ഡേയുടെ പരിപാടി. അങ്ങനെ മണലൊക്കെ കൊണ്ടുവന്നിട്ട് കല്ലൊക്കെ അടിയിലിട്ട് കോടികൾ മുടക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതിന് അടുത്ത മഴ വരുമ്പോഴത്തേക്ക് അതെല്ലാം കുറേ അങ്ങ് തകർന്നു പോകും. പിന്നെ വീണ്ടും അവിടെ സീ വാൾ കിട്ടേണ്ടി വരും. അപ്പോൾ അടുത്ത സ്ഥലം പോകും. ഇതിൻ്റെ എഫക്റ്റ്, ക്യുമുലേറ്റീവ് എഫക്റ്റ് അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ കാണുന്ന ഇതിൻ്റെ അപ്പുറത്തെ സ്ഥലമുണ്ടല്ലോ, തെക്കോട്ട്, അവിടെ തീരം വെച്ചുകൊണ്ടിരിക്കുക. അവിടെ പുതിയ തീരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തീരത്തിൻ്റെ ഒരു ഭാഗം അദാനി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതായിരിക്കും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ ഒഴിഞ്ഞു പോകണമെന്നാണ് ഇവർ പറയുന്നത്, അടിമലത്ര ഭാഗത്ത്. ഇതെന്താ ഇത് ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് ഏത് തരത്തിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ, അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ചിലവ് ഈ തീരം, ഈ കടൽ ഭിത്തി കെട്ടുക എന്ന് പറയുന്നത് ആരുടെ ചിലവാണ്? നമ്മുടെ ഖജനാവിലെ പൈസ എടുത്തല്ലേ. അപ്പോൾ ഈ 97 കോടി രൂപ GST കിട്ടുമെന്ന് പറഞ്ഞില്ല, അതിനേക്കാൾ കൂടുതൽ പണം വേണം ഈ ബീച്ചിൽ സീ വാൾസ് കെട്ടാനായിട്ട്. 1 കിലോമീറ്റർ കെട്ടാനായിട്ട് ഇപ്പോൾ 2 കോടി രൂപയാണ് ചിലവ്. സീ വാൾ കല്ല് കിട്ടാനില്ല. അപ്പോൾ പിന്നെ കല്ല് കിട്ടാനില്ലാത്തതുകൊണ്ട് എന്നാലും കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ടെട്രോപാഡ് എന്ന് പറയുന്ന പുതിയ ചില നിർമ്മിതികളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനും കല്ലും കരിങ്കല്ലും സിമെൻറ്റുമാണ് വേണ്ടത്, കമ്പിയും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച്, അപ്പോൾ പക്ഷേ ചിലവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് അവസാനിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ ഇതിൻ്റെ പരിണിത ഫലമായിട്ട്, ഇതൊന്നും അദാനിയല്ലല്ലോ ചിലവാക്കുന്നത്, ഇതെല്ലാം കേരള ഗവൺമെൻറ്റല്ലേ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വിഴിഞ്ഞം പോർട്ട് കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ചരക്ക് കയറ്റുമതിക്കോ ഇറക്കുമതിക്കോ അല്ല ഇത് ചെയ്യുന്നത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കുഴഞ്ഞ പ്രശ്നം. ഇവിടെ നടക്കുന്നത് എന്താണ്? ട്രാൻസ്ഷിപ്മെൻറ്റാണ്. ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ കപ്പലുകളിൽ കൊണ്ടുവരുന്ന ചരക്കിനെ ചെറിയ കപ്പലുകളിലേക്ക് മാറ്റുക, ചെറിയ കപ്പലുകളിൽ കൊണ്ടുവരുന്ന ഒഴിഞ്ഞ കണ്ടെയ്നറുകളെ വലിയ കപ്പലുകളിലേക്ക് കയറ്റി തിരിച്ച് വീണ്ടും വിടുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടെയ്നറിനകത്ത് എന്തായിരിക്കണം എന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഭയങ്കര ചരക്ക് നീക്കം, പകുതി കൂടുതൽ ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ്. അപ്പോൾ ഇത് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് വരുമ്പോൾ കപ്പലുകളിൽ ഒഴിഞ്ഞ കണ്ടെയ്നർ കൊണ്ടുവരും, അതിനെ കയറ്റി വിടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇതൊരു വലിയൊരു ആഗോള തലത്തിലൂടെ കൂടെ നമ്മൾ കണ്ടാലേ അത് മനസ്സിലാവും. ലോകം മുഴുവനുള്ള ലോകത്തിൻ്റെ ഫാക്ടറി എവിടെയാണിപ്പം? വേൾഡ്സ് ഫാക്ടറി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ഫാക്ടറി ഓഫ് ദ വേൾഡ് ചൈന. ഇപ്പോൾ ഈ ലോകം മുഴുവനുള്ള കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാന ഫാക്ടറി സ്ഥലമാണ് ലോകത്ത് തന്നെ ഇപ്പോൾ ചൈനയിലാണ്. ഇപ്പോൾ ചൈനയിലാണ് മാസ് പ്രൊഡക്ഷനാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെയും ഇപ്പോൾ കിട്ടുന്ന പല സാധനങ്ങളെല്ലാം ചൈനയിൽ ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ക്യാമറ ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും, പക്ഷേ അമേരിക്കൻ വേൾഡ് മൾട്ടിനാഷണൽസിൻ്റെ ആയിരിക്കാം അവിടെ കമ്പനികൾ, പക്ഷേ ചൈനയാണ് പ്രൊഡക്ഷൻ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഈ ചൈനയിൽ നിന്ന് മാസീവായിട്ട് ഉണ്ടാക്കുന്ന ഈ ഗുഡ്സ് മുഴുവൻ ലോകത്തിൻ്റെ കമ്പോളങ്ങളിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ ഇന്ത്യക്ക് 100 കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ ഒരു 10,000 കമ്പ്യൂട്ടർ വേണം. ഇപ്പോൾ വേറൊരു രാജ്യം ഒരു വേണമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ചൈനയ്ക്ക് വിൽക്കാൻ പറ്റത്തില്ല. ചൈന എന്താ ചെയ്യുന്നത്? എല്ലാം കൂടെ കയറ്റി ഒരു മദർഷിപ്പിലോട്ട് കയറ്റി വിടുകയാണ്. ഒരു വലിയ വെസൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് കയറ്റി വേണം വേറെ രാജ്യങ്ങളിലേക്ക്, പലയിടങ്ങളിലേക്ക്, പോർട്ടുകളിലേക്ക് വിടാൻ. അപ്പോൾ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള വലിയ കപ്പലുകളിൽ നിന്ന് ചെറുതിലേക്കും ചെറുതിൽ നിന്ന് വലുതിലേക്ക് കയറ്റുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുകൾ വേണം. ആരുടെ ആവശ്യം ഇത്? ചൈനയുടെ ബിസിനസ് ഫാക്ടറി എന്ന് പറയുന്ന പ്രോസസ് നടക്കണമെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ അവർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ വേണം. അവരാണ് മുൻകൈ എടുത്തിട്ടാണ് കൊളംബോയിൽ ഒരു പോർട്ട് ഉണ്ടാക്കിയത്. ചൈന ഗവൺമെൻറ് തന്നെ പണം കൊടുത്ത് ശ്രീലങ്കൻ കൊളംബോയിൽ ഉണ്ടാവും. അങ്ങനെയാണ് കൊളംബോ പോർട്ടിൻ്റെ ബിസിനസ് നടക്കുന്നത്. പക്ഷെ എന്താ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ്? ഇതാണ് ചൈനയുടെ താല്പര്യം. ഇപ്പോൾ ചൈനയുടെ ബിസിനസ് താല്പര്യത്തിന് ആണ് ഏറ്റവും കൂടുതൽ ഗുണം വിഴിഞ്ഞം ചെയ്യുന്നത്. ഇപ്പോൾ കാരണം നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടിന് വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ പണം മുഴുവൻ ചിലവഴിച്ച് ഈ പോർട്ടുണ്ടാക്കിയതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആരായി? ചൈനീസിൻ്റെ ഇപ്പോഴത്തെ ഈ ലോകം മുഴുവനുള്ള ചൈന നടത്തുന്ന ഈ ബിസിനസ് പ്രക്രിയയിൽ ചൈനക്കാർക്കുള്ള നേട്ടം എന്താ? ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ഇവിടെ ഈ സ്ഥലത്ത് ഈ പ്രോസസ്സ് ചെയ്യാൻ കിട്ടുന്നു. കൊളംബോയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പണ്ട് സിംഗപ്പൂരിൽ ചെയ്തിരുന്നത്
ഇതുപോലുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുകൾ ചെയ്യുന്നതിന് വേറൊരു സ്ഥലം കൂടി ഇപ്പോൾ കിട്ടുകയാണ്. അപ്പം അല്ലാതെ ഇന്ത്യൻ ഇക്കോണമിക്കൊന്നും ഇതുകൊണ്ട് യാതൊരു നേട്ടമില്ല. ചൈനീസ് ഇക്കോണമിക്കാണ് ഏറ്റവും വലിയ നേട്ടം. ഇപ്പം അവിടുത്തെ പോർട്ടിൽ വെച്ചിരിക്കുന്ന എല്ലാ സാമഗ്രികളും കൊണ്ടുവന്നിരിക്കുന്നതും ചൈനയിൽ നിന്നാണ്. ചൈനീസാണ് ആ ക്രെയിൻസ് എല്ലാം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ അത് അല്ലാതെ ഇന്ത്യൻ പിന്നെ ബിസിനസ്സിനോ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഇറക്കുമതിക്കോ ഇപ്പോൾ ഇവിടുത്തെ ഇതേക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്, ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല. ഈ വിഴിഞ്ഞ പോർട്ടിൻ്റെ ഏറ്റവും വലിയ ആദ്യം ഇതിൻ്റെ മാർക്കറ്റ് സ്കോപ്പ് ഉണ്ടോ എന്നുള്ള പഠനം നടത്തി. ലോകത്തെ ഡ്രൂവറി എന്ന് പറയുന്ന ഒരു വലിയ പിന്നെ കമ്പനിയാണ് ഇത് പഠിച്ചത് തന്നെ. അപ്പോൾ അവരൊക്കെ പഠിച്ചിട്ട് അവർ പറഞ്ഞത് കേരളത്തിൽ ഈ ഒരു എങ്ങനെയുള്ള പോർട്ട് വേണം, ഇതാണ് അവർ പഠിച്ചത്. ഗവൺമെൻറ് ആവശ്യപ്പെട്ടതാണ് ഇവിടുത്തെ ഒരു പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയുള്ള പോർട്ട് വേണം, ഇവിടുന്നുള്ള ചരക്കുകൾ കയറ്റാനും ഇവിടത്തേക്ക് ചരക്കുകൾ ഇറക്കുമതി ചെയ്യാനുള്ള പോർട്ടാണോ വേണ്ടത്, അതോ വേറെ ഏതെങ്കിലും എന്തിനാണ് മുൻകൈ താല്പര്യം. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഒന്നും കയറ്റുമതി ചെയ്യാനോ ഇറക്കുമതി ചെയ്യാനോ ഒരു പോർട്ടിൻ്റെ ഇനി ആവശ്യമില്ല. ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല, ബിസിനസ് ഇല്ല. ഇവിടെ ഉള്ളത് തന്നെ കൊച്ചിയുണ്ട്, അപ്പുറത്ത് തൂത്തുക്കുടി പോർട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് ഇനിയൊരു പുതിയൊരു പോർട്ടും കൂടെ ഇവിടെ അങ്ങനെയുള്ള ബിസിനസ് സ്കോപ്പ് ഇല്ല. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ബിസിനസ് നടക്കണമെങ്കിൽ ഒരേ ഒരു സ്കോപ്പേ ഉള്ളൂ, ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട്. ഈ പറഞ്ഞതുപോലെ കപ്പലുകളിലൂടെ വരും പോവും, ഇവിടുത്തെ നാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ അതിന് മാത്രമേ സ്കോപ്പുള്ളത് അവരാ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനിപ്പോൾ വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ടാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ നാട്ടുകാരൊക്കെ പറയുന്നത് എന്താ, ഇപ്പോൾ ഇവിടെ പാർട്ടിക്കാർ പല ആളുകൾ പറയുന്നത് പോർട്ട് വന്നു, പോർട്ട് പക്ഷേ വികസിക്കുന്നില്ല. കാരണം എന്താ, ഇവിടെ ഇവിടെ ഇൻഡസ്ട്രി ഇല്ല. അപ്പോൾ പോർട്ട് വികസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രി കൊണ്ടുവരണം. ഇതാണ് നമ്മൾ ഇവിടെ പല ആളുകൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടി സ്ഥലം എടുത്ത് കൊടുക്കണം. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മളിപ്പോൾ പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡസ്ട്രി ഉണ്ടാക്കാൻ പോകുന്നത്, അല്ല നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ചില സാധനം ഉണ്ടായിട്ടല്ല, പോർട്ടിന് വേണ്ടി ഇൻഡസ്ട്രി ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ വാദിക്കുന്നത്. വികസനവാദികൾ, ഇതുവരെ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി വാദിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തമിഴ്നാടുകാരൻ അവൻ അവിടെ സ്ഥലമൊക്കെ എടുത്ത് ഇൻഡസ്ട്രിയൊക്കെ തുടങ്ങും, അവൻ ഇതിനെ പ്രയോജനപ്പെടുത്തുമെന്ന് അവർ. ഇതിപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടേ നടക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതിനെ മറ്റേ പോർട്ടാക്കി മാറ്റണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ഡിമാൻഡ്. എന്തായാലും തിരുവനന്തപുരം വികസിക്കുന്നു ഇപ്പോൾ അവർ പറയുന്നത്. പക്ഷെ അതിന് സ്കോപ്പേ ഇല്ലയെന്ന് ഇവിടെ പഠനം നടത്തി വച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. എന്നിട്ടാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഇതിപ്പം വീണ്ടും കൂടുതൽ പണം മുടക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ സ്ഥലവില ഭയങ്കര, ഭൂമി വില ഇത്ര ഭയങ്കര കൂടുതലാണ്, ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. ചൈനയെ കോമ്പീറ്റ് ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി ലോകത്ത് ബിസിനസ് നടത്താമെന്നൊന്നും ഇവിടെ വിചാരിക്കുന്ന മണ്ടനാണ്. ഇതിനിടയ്ക്ക് വേറൊരു രസകരമായ സംഭവം നടന്നത്, അദാനി തന്നെ ചൈനയിൽ ഇപ്പോൾ ശ്രീലങ്കൻ പോർട്ട് വന്നല്ലോ, പോർട്ടൊക്കെ വന്ന് ശ്രീലങ്ക ഇവിടെ എല്ലാവരും പറയും ശ്രീലങ്ക മുഴുവൻ ഇന്ത്യയുടെ കിട്ടേണ്ട പണം മുഴുവൻ ശ്രീലങ്ക അടിച്ചുകൊണ്ട് പോകുന്നു അവിടെ പോർട്ട് വന്നതുകൊണ്ട്, നമുക്കിവിടെ പോർട്ട് തുടങ്ങാം. പക്ഷേ ശ്രീലങ്കൻ ഇക്കോണമി തകർന്നല്ലോ ഈ അടുത്ത കാലത്ത്. അപ്പോൾ ഈ പോർട്ടൊക്കെ തന്നെ, പോർട്ടിൻ്റെ ഗുണം മുഴുവൻ ചൈനയ്ക്കാണ്, ശ്രീലങ്കയ്ക്ക് ഒരു ഗുണവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി, കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ശ്രീലങ്കൻ ഇക്കോണമി തകർന്നപ്പോഴത്തേക്ക് ശ്രീലങ്ക സഹായത്തിന് വേണ്ടി ഇന്ത്യയോട് വന്നു. ഇന്ത്യ പണം കൊടുത്തു, ഇന്ത്യയോടും ജപ്പാനോടും പോയി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിവിടെ വന്ന് എന്ത് വേണേലും ചെയ്തു, ഞങ്ങൾക്ക് പണം വേണം ഇതിനെ ഓവർകം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ അവർ വേണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കും കൂടെ തരാം. ഇതുവരെ അവർ ചൈനയ്ക്ക് മാത്രമാണ്. അപ്പോൾ ഇന്ത്യയോട് പറഞ്ഞു, അപ്പോൾ പിന്നെ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ ചൈനക്കാർക്ക് അവിടെ പോർട്ടൊക്കെ കൊടുത്ത് ഞങ്ങൾക്കും വലിയ ഭീഷണിയാണ്, അത് ഒരു വലിയ പ്രശ്നം. ജപ്പാനും അതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീലങ്ക പറഞ്ഞു ശരി, അവിടെ ഞങ്ങൾ കൊളംബോയിൽ പോർട്ട് 3 ടെർമിനലുണ്ട്, ഒരു ടെർമിനലേ ചൈനയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ, 2 ടെർമിനൽ ഒഴിഞ്ഞു കിടക്കുക, നിങ്ങൾ വേണേൽ എടുത്തോ. അപ്പോൾ ജപ്പാൻകാർ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല ഇവിടെ വന്ന് ഇനി പണം മുടക്കി പോർട്ടൊക്കെ ടെർമിനൽ നടത്താനും. അപ്പം നരേന്ദ്രമോദി അദാനിയോട് ചോദിച്ചു ആ ടെർമിനൽ എടുക്കാമോ എന്ന്. അദാനി വില്ലിങ്ങായി. അപ്പോൾ ഇവിടെ വിഴിഞ്ഞത്ത് കിട്ടിയതിനേക്കാൾ കൂടുതൽ സൗകര്യത്തിന് കുറഞ്ഞ പൈസയൊന്നും കൊടുക്കാതെ ഒരു ടെർമിനൽ അദാനിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു, ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അദാനി ആ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് തന്നെയാണ് അതും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദാനിക്ക് ഇപ്പോൾ 2 ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് ഇന്ത്യയിലും ഉണ്ട് ശ്രീലങ്കയിലും ഉണ്ട്. അപ്പോൾ എവിടെ കൊണ്ടുവരണം എന്നുള്ളത് അദാനി തീരുമാനിക്കും. ഇന്ത്യക്കൊന്നും ഒരു ഗുണവുമില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അദാനി അവിടെ തുടങ്ങിയാലും ഈ ചൈനയിൽ നിന്ന് വരുന്ന കപ്പലുകൾ തന്നെയാണ് അവിടെയും അദാനിയുടെ പോർട്ടിലും കയറുന്നുണ്ട്. പക്ഷേ ഫീസ് കിട്ടും, കാരണം അവർക്ക് ബിസിനസ്സാണല്ലോ, അവർക്ക് ലോകം മുഴുവൻ ചരക്ക് വിടണമല്ലോ. അപ്പോൾ അതിനുള്ള കൂടുതൽ സൗകര്യം ആയെന്നേ ഉള്ളൂ.
അല്ലാതെ ഇതൊന്നും നമ്മളാരും ഇതൊന്നും ചർച്ച ചെയ്യുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അതിപ്പോൾ ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, ഇവിടെ GST കിട്ടുന്നതാണ് ഏറ്റവും വലിയ നേട്ടം പറഞ്ഞ് നടക്കുന്ന മന്ത്രിമാരാണ് നമുക്കിവിടെ ഉള്ളത്. ഇവരെന്താ ചെയ്യുക? അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വേറെ ഒരു വശത്ത്. ഇത് സാമ്പത്തികമായി നമ്മൾ നോക്കിയാൽ രാജ്യത്തിൻ്റേതായാലും സംസ്ഥാനത്തിൻ്റേതായാലും സാമ്പത്തികമായിട്ട് നമ്മളൊരു നഷ്ടമല്ലാതെ നമ്മുടെ വിലപ്പെട്ട സ്വത്ത്, നമ്മുടെ പണം, ഇത് ചൈനയുടെ ഇക്കോണമിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി ഉപകാരപ്പെടുന്നതല്ലാതെ ഇന്ത്യയുടെ ഇതിന് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വശത്ത്. രണ്ടാമത്തേതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങൾ. അത് നേരിടുന്നത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ. അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതല തന്നെ, ബാധ്യതയായിട്ട് വന്നിരിക്കുക. ഇതിനിടയ്ക്ക് കേന്ദ്രം വലിയൊരു കളി കളിച്ചു. കേന്ദ്രം ഇതിനിടയ്ക്ക് ഈ ഗ്രാൻഡ് കൊടുക്കണമല്ലോ, ഈ അദാനിക്ക് കൊടുക്കാനുള്ള. ശരി, കേന്ദ്രം പറഞ്ഞ് അതിൻ്റെ പകുതി പൈസ സംസ്ഥാനം കൊടുക്കേണ്ടതിൻ്റെ പകുതി പൈസ കേന്ദ്രം തരാം. അപ്പോൾ 1400 കോടി രൂപ ഗ്രാൻഡ് കൊടുക്കണം അവർക്ക്. അപ്പോൾ കേരളം പോയി കേന്ദ്രത്തോട് പറഞ്ഞു, ഞങ്ങൾ 1400 കോടി നിങ്ങളും കൂടെ സഹായിക്കണം. ശരി, അവർ പറഞ്ഞു തരാം. അവർ കൊടുക്കാൻ തയ്യാറാണ്. 1400 കോടി എല്ലാം ഒപ്പുവെച്ച് എല്ലാം കഴിഞ്ഞപ്പോഴാണ്, വ്യവസ്ഥ നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ 1400 കോടി അവർ തരുന്ന 700 കോടി രൂപയാണ്. ഈ 700 കോടി രൂപ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് കേരള ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പൈസ ആദ്യം, ഇപ്പോൾ വരുമാനം ഒന്നും ഇതുവരെ കിട്ടിയില്ല, GST മാത്രമേ ഉള്ളൂ. വരുമാനം 1% കിട്ടുമല്ലോ 15 വർഷം. കിട്ടുമ്പോൾ ആദ്യം കൊടുക്കേണ്ട പൈസ കിട്ടിയാൽ ആ പൈസ എടുത്തിട്ട് പിന്നെ കേന്ദ്രത്തിന് കൊടുക്കണം. ഈ ഗ്രാൻഡ് കൊടുക്കാൻ, അദാനിക്ക് ഗ്രാൻഡ് കൊടുക്കാൻ അവർ കടം തന്ന പൈസ കൊടുക്കണം തിരിച്ച്. അതല്ല രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ അതിനകത്ത് വ്യവസ്ഥ എഴുതി വെച്ചിരിക്കുന്നത്, ഇപ്പോൾ 600 കോടി രൂപ തരികയല്ലേ, 700 കോടി രൂപ തിരിച്ചെത്രയാണ് തരേണ്ടത്? നമ്മൾ വിചാരിക്കുക 700 കോടി രൂപ തിരിച്ചു കൊടുത്താൽ മതി. അല്ലല്ല, അവരെഴുതിയിരിക്കുന്നത് അന്നത്തെ രൂപയുടെ മൂല്യം അനുസരിച്ച്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ അനുസരിച്ചുള്ള പൈസയുടെ. അപ്പോൾ അന്ന് 700 കോടി രൂപ ഇപ്പോൾ തന്നെങ്കിൽ 15 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ 7000 കോടിയായിട്ട് മാറും. അപ്പോൾ ഇത് പിണറായി വിജയൻ തന്നെ കത്തെഴുതി, നിങ്ങൾ ഈ വ്യവസ്ഥ വെച്ചത് ഇപ്പോഴാണ് പറയുന്നത്, ഉപ്പൊക്കെ വെച്ച് കഴിഞ്ഞു, എല്ലാം കിട്ടി വാങ്ങിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഈ വ്യവസ്ഥ വെക്കരുത്. നിങ്ങൾ തരുന്ന 700 കോടി രൂപ ആ പൈസ മാത്രം ഞങ്ങൾ അതുപോലെ തിരിച്ചു തരാം. അവർ സമ്മതിച്ചിട്ടില്ല. കത്തെഴുതി ഇവിടെ 16,000. അപ്പോൾ പിണറായിയുടെ കത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഇനി 15 വർഷം കഴിയുമ്പോൾ 16,000 കോടി രൂപയായിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ കണക്കൂട്ടലനുസരിച്ച് നോക്കിയാൽ അന്ന് ഇവിടെ കിട്ടുന്നത് പോലും ഒന്നും തികയത്തില്ല. അപ്പം കേന്ദ്രം പറഞ്ഞ് പറ്റത്തില്ല, നിങ്ങൾ തന്നേ പറ്റൂ. അവസാനം അത് മതിയെന്നും പറഞ്ഞ് ആ പൈസ വാങ്ങിച്ചിട്ടാണ് ഇയാൾക്ക് അദാനിക്ക് കൊടുത്തത്. അപ്പം ഇനി ഇതൊരു വലിയ കടക്കിണിയിലേക്ക് പോവുകയാണ് കേരളം. വിഴിഞ്ഞം കൊണ്ട് മാത്രം ഉണ്ടാകാൻ പോകുന്ന കടക്കിണി വളരെ വലുതാണ്. ഇത് ഇപ്പോഴത്തെ നമ്മളൊന്നും അറിയത്തില്ല, അടുത്ത തലമുറ 15 വർഷം കഴിയുമ്പോൾ ആര് ജീവിച്ചിരിക്കുക, അന്നത്തെ ആളുകൾ പറയും എന്തൊരു മണ്ടത്തരമാണ് അന്നത്തെ ഗവൺമെൻറ് ഈ കരാറൊക്കെ ഉണ്ടാക്കിയത്.